എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേവീക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വഴിപാടാണ്. എല്ലാ ദേവീക്ഷേത്രത്തിലല്ല, അതീവ ശക്തിയുള്ള ചില ദേവീക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഒരു വഴിപാട് എന്താണെന്നറിയാം? നാരങ്ങ വിളക്ക് എന്ന് പറയും. ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, എങ്ങനെയാണ് കത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അത് കത്തിക്കാനുള്ള കാരണം എന്താണ്, ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം കൃഷ്ണൻ്റെ അമ്പലത്തിലല്ല, ശിവക്ഷേത്രത്തിലല്ല, ദേവീക്ഷേത്രത്തിലാണ് ഇത് കത്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കത്തിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നമുക്ക് പറയാലോ, നമ്മൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. നവഗ്രഹങ്ങളാണ് നമ്മളെ ചുറ്റുമുള്ളത്. അപ്പോൾ അതിൽ ഈ ഗ്രഹദോഷങ്ങളുണ്ടാവുമല്ലോ. ഈ ഗ്രഹദോഷങ്ങളിൽ രാഹുവിൻ്റെ ദോഷം, അതുപോലെ തന്നെ കേതുവിൻ്റെ ദോഷം ഒക്കെ നമ്മളെ ബാധിക്കും. ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഈ രാഹുവിൻ്റെ ദോഷത്തിന് എന്തിനാണ് ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്? അത് ദേവീക്ഷേത്രത്തിൽ കത്തിക്കുന്നത്. രാഹു ദോഷമുണ്ടെങ്കിൽ പല നാഗത്തിൻ്റെയോ മറ്റെവിടെയെങ്കിലും അല്ലേ കത്തിക്കേണ്ടത്. ദേവീക്ഷേത്രവുമായിട്ട് എന്താണ് ബന്ധം എന്ന് നമ്മൾ പലരും ചിന്തിക്കും. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാശിയുടെ കളം വരക്കുന്നുണ്ടല്ലോ. ആ രാശിയുടെ കളം വരക്കുന്നതിൽ, ആ രാശി ചക്രത്തിൽ ശരിക്കും പറഞ്ഞാൽ രാഹുവിന് ഒരു ക്ഷേത്രമില്ല. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ ക്ഷേത്രം ഉണ്ടാകും, പക്ഷെ രാഹുവിന് സ്വന്തമായിട്ടൊരു ക്ഷേത്രമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. പിന്നെയോ, ശുക്രന് ഒരു ക്ഷേത്രമുണ്ട്. ഈ ശുക്രൻ എന്ന് പറയുന്നത് ദേവിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ദേവിയുടെ പ്രതീകമായിട്ടുള്ള ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലാണ്, അല്ലെങ്കിൽ സ്വക്ഷേത്രമായിട്ടുള്ള ഇടവത്തിലാണ് രാഹു കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുവിൻ്റെ സ്ഥാനം അവിടെയാണ്. അപ്പോൾ രാഹുവിൻ്റെ ക്ഷേത്രം എന്ന് പറയാം. പക്ഷെ എങ്ങനെയാ? അത് ശുക്രൻ്റെ ക്ഷേത്രമാണ്. ആ ശുക്രൻ്റെ ആശ്രിതനായിട്ട് അവിടെ ശുക്രൻ്റെ അനുവാദത്തോടു കൂടി കഴിയുകയാണ്. ശുക്രൻ എന്ന് പറയുന്നത് എന്താണ്? ദേവിയുടെ പ്രതീകമാണ്. അപ്പോഴെന്താണ്? ഈ പറയുന്ന ദേവിയുടെ ആശ്രിതനാണ് രാഹു എന്നർത്ഥം. എന്ന് വെച്ചാൽ ദേവിയുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു വാടകക്കാരൻ മാത്രമാണ് രാഹു. അപ്പോൾ ദേവിക്ക് എപ്പോഴും വേണമെങ്കിലും രാഹുവിനെ പറഞ്ഞേക്കാം. അപ്പോൾ രാഹുവിനെ പറഞ്ഞേക്കുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ? രാഹുവിന്. അപ്പോൾ രാഹുവിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഈ ദേവിയെ അങ്ങോട്ട് പ്രീതിപ്പെടുത്തുക. രാഹുവിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് പറഞ്ഞാൽ ചിലപ്പം കേൾക്കില്ല. പക്ഷെ ദേവി പ്രീതിപ്പെട്ടാൽ രാഹു നമ്മൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന നാരങ്ങ വിളക്ക് ദേവീക്ഷേത്രത്തിലാണ് കത്തിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അത് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിലും ഉത്തമം, അല്ലെങ്കിൽ കാളി ക്ഷേത്രം, ദുർഗാക്ഷേത്രം ഒക്കെ ആണെങ്കിൽ നല്ലതാണ് എന്നർത്ഥം. എല്ലാ ദേവിമാർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്. അത് പരാശക്തി ആവട്ടെ, ലക്ഷ്മി ആവട്ടെ, ധനലക്ഷ്മി ആവട്ടെ, ഏത് ദേവിയായാലും ആ ദേവീക്ഷേത്രത്തിലൊക്കെ ഇത് ചെയ്യാം എന്നർത്ഥം. ഇത് ചൊവ്വാദോഷത്തിന് പോലും പരിഹാരമായിട്ട് ഈ പറയുന്ന നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നന്നായിരിക്കും എന്നർത്ഥം. ചൊവ്വ, വെള്ളി ഈ ദിവസങ്ങളിലാണ് ദേവിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് വിളക്ക്, ഈ ദിവസം ക്ഷേത്രത്തിൽ വിളക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നർത്ഥം. പിന്നെ ഞായറാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞായറാഴ്ച വെച്ചാൽ സമസ്ത ദേവദേവന്മാരുടെയും ദിവസമാണ്. ചൊവ്വയും വെള്ളിയും ദേവിയുടെ ദിവസമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിൻ്റെ ദിവസമാണെന്നൊക്കെ പറയും. എന്നാൽ സമസ്ത ദേവന്മാരുടെയും ദിവസമായി കണക്കാക്കുന്ന ഞായറാഴ്ച വേണമെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന നാരങ്ങ വിളക്ക് കത്തിക്കാം. അതിലൊരു തെറ്റുമില്ല. ഇനി ഈ വിളക്ക് കൊളുത്തുന്ന സമയത്ത് രാഹു ദോഷമുള്ള ആൾക്കാരാണെങ്കിൽ, ആ രാഹു ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ പവറാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമാണെങ്കിൽ
4:30 മുതൽ 6 മണി വരെയുള്ള സമയത്ത് രാഹുവിൻ്റെ സമയമാണ്. ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ 3 മണി മുതൽ 4:30 മണി വരെയാണ് രാഹുകാലം. വെള്ളിയാഴ്ചയാണെങ്കിൽ 10:30 മുതൽ 12 മണി വരെയാണ് രാഹുകാലം. ഈ സമയത്ത് കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉത്തമം. എന്നാൽ ദേവീക്ഷേത്രത്തിൽ ഏത് സമയത്ത് കത്തിച്ചാലും അതിൻ്റെ ഗുണം തീവ്രമായിരിക്കും, വളരെയേറെ ഗുണകരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഭദ്രാദേവിയുടെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ മുന്നിലാണെങ്കിലും ദുർഗാദേവിയുടെ മുന്നിലായാലും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു. ഭദ്രകാളി എന്ന് പറയാൻ എന്താ? ഭദ്രമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന ദേവി എന്നുള്ളതാണ് അർത്ഥം. ആ രൂപം കാണുമ്പോൾ നമുക്ക് ഭയാനകമായി തോന്നും. പക്ഷേ ആ ഭയാനകമായ രൂപം നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല. നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മളെ മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലമായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുത്തി അകറ്റി നിർത്താനുള്ളതാണ് ആ അമ്മയുടെ ഭാവം. അത് മക്കളെ ഒരിക്കലും ദ്രോഹിക്കില്ല, മക്കൾക്ക് സംരക്ഷണമാണ് നൽകുന്നത്. അപ്പോൾ ആ അമ്മയെ മുറുക്കെ പിടിക്കാനും ഇത് ഉപകരിക്കും എന്നർത്ഥം. അപ്പോൾ ഭദ്രകാളിയുടെയും ദുർഗയുടെയും ഒക്കെ മുന്നിൽ ഇത് കത്തിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ പരാശക്തിയായ സംഹാരൂഢയായ പരാശക്തിക്ക് മുന്നിൽ കത്തിക്കുന്നത് പോലും വളരെ പ്രാധാന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യഥാർത്ഥത്തിൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ നാളികേരത്തിൽ തുരന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഈ വെള്ളം മുഴുവൻ കളഞ്ഞ് അതിൽ നെയ്യ് നിറച്ചിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ ശനീശ്വരനായിട്ടുള്ള ശാസ്താവിൻ്റെ ഒക്കെ മുന്നിൽ നമ്മൾ നീരാഞ്ജനം എന്ന് പറയുന്ന ഒരു വഴിപാട് കഴിക്കാറുണ്ട്. അതെങ്ങനെയാ? ഒരു നാളികേരം നേർ പകുതിയായി ആക്കി മാറ്റി ആ 2 പകുതിയിലും നമ്മൾ എള്ളെണ്ണയൊഴിച്ച് അതിൽ എള്ള് തിരിയിട്ട് കത്തിച്ചു വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? 2 ഭാഗത്തിലും എണ്ണയൊഴിച്ച് ഈ പറയുന്ന എള്ള് തിരിയിടുന്നതിനാണ് നീരാജനം. നാരങ്ങ വിളക്ക് എന്ന് പറയുമ്പോൾ സമയത്ത് എന്താണ്? ഒരു മുഴുത്ത നാരങ്ങ വേണം, അതിൽ നീരുള്ളതായിരിക്കണം. അത് നല്ല ഉരുണ്ട ടൈപ്പ് ആവാം, അല്ലെങ്കിൽ നീർഗാതെ എങ്ങനെയായാലും വേണ്ടില്ല. അതിനെ നമ്മൾ നേർ പകുതിയായിട്ട് മുറിക്കും. മുറിച്ചതിന് ശേഷം അതിൻ്റെ നീര് മുഴുവൻ പിഴിഞ്ഞ് മാറ്റും. എന്നിട്ടോ അതിൻ്റെ കവറുണ്ടല്ലോ, തോട്, അത് നമ്മൾ നേരെ തിരിച്ച് മറച്ചിടും. അത് അടിഭാഗം ഉൾഭാഗം വെളിയിൽ വരുന്ന വിധത്തിൽ നേരെ നമ്മൾ തിരിച്ചിടും, ഒരു തൊപ്പി പോലെയാക്കി. എന്നിട്ട് ആ പുറം ഭാഗം ഉണ്ടല്ലോ, ആ പുറം ഭാഗമാണ് ഇപ്പോൾ കുഴിയായിട്ട് കിടക്കുക, അകംഭാഗം പുറമായിട്ടും കിടക്കും. എന്നിട്ട് ആ നല്ല ആ പുറം ഭാഗമായിട്ടുണ്ടായിരുന്ന ആ മഞ്ഞയോ പച്ചയോ നിറമുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് നെയ്യ് ഒഴിക്കണം, ഇല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിക്കണം. എള്ളെണ്ണ ഒഴിച്ച് അതിൽ നമ്മളൊരു തിരിയിടും. ഈ തിരിയിട്ടിട്ടാണ് നമ്മൾ കത്തിച്ചിട്ട് ആ പറയുന്ന ദേവൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ദേവിയുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ അമ്ലഗുണം ഉള്ള ഒരു കായയാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത്, അമ്ലഗുണം. അപ്പോൾ ഇതാണ് നമ്മൾ ചിരാഗിൻ്റെ അല്ലെങ്കിൽ ചിരാതിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ അവിടെ കത്തിക്കുന്നത്. ഇതിൽ അത്യധികം അമ്ലഗുണമുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ചിരാത് കത്തുമ്പോൾ അതിതീവ്രമായിട്ടുള്ള ഗുണമാണ് ഭക്തന് ലഭിക്കുന്നത്. നല്ല ഒന്നാന്തരം പോസിറ്റീവ് എനർജിയാണ് ആ ഭക്തന് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊന്ന് ചെയ്യുന്നറിയോ? ഈ പറയുന്ന ചെറുനാരങ്ങ മുറിച്ച് അതിൽ നെയ്യൊഴിച്ച് അല്ലെങ്കിൽ എണ്ണയൊഴിച്ചിട്ട് ആ ഒരു താലത്തിലാക്കിയിട്ട് നമ്മൾ പൂജ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. അവിടെ അവരത് കത്തിക്കും. കത്തിച്ചിട്ട് ആ സർവേശ്വരിയെ ഒന്ന് ഒഴിയും. ഈ ഒഴിയുന്ന അവസരത്തിൽ അവർ ശ്രേഷ്ഠമായ മന്ത്രം അങ്ങോട്ട് ജപിക്കും. ഈ നാരങ്ങ മുറിച്ചിട്ട് അതിങ്ങനെ കത്തിക്കുന്ന സമയത്ത് അവർ അവിടെ നല്ല ഒന്നാന്തരം മന്ത്രവും ജപിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ കർമ്മം ചെയ്യുന്നത് ഒരു ലഘുവായിട്ടുള്ള ഒരു ഹോമം ചെയ്യുന്നതിൻ്റെ അതേ ഫലമാണ് ലഭിക്കുന്നത്.
അപ്പൊ ഈ നാരങ്ങ വിളക്കിൽ അഗ്നി ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് മന്ത്രം ചൊല്ലിയിട്ട് ദേവിയെ സ്തുതിച്ചാൽ ക്ഷിപ്രപ്രസാദിയായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവി പ്രീതിപ്പെട്ട് കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷമില്ലാതാകും, രാഹു സന്തോഷിക്കും. കാരണം ഗൃഹനാഥൻ സന്തോഷിച്ചാൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരും സന്തോഷിക്കും. അപ്പം അത്തരത്തിലാണ് ഈ പറയുന്ന രാഹു ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ദേവീ ക്ഷേത്രത്തിൽ ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ അവിടെ നിന്നും ഇങ്ങനെ ആരതി ഒഴിയും പോലെ ഇങ്ങനെ ദേവിക്ക് ആ ബിംബത്തിന് ചുറ്റും ഇങ്ങനെ ഒഴിയും. ആ അവസരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ നാമം ജപിക്കുന്നുണ്ടാവും. ഈ ഭക്തനും നാമം ജപിക്കണം, ആ അമ്മയുടെ മന്ത്രങ്ങളോ സ്തുതികളോ കീർത്തനങ്ങളോ ജപിക്കണം എന്നുള്ളതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് വേണം ആ നടക്കൽ നിൽക്കാൻ. എന്നതിന് ശേഷം ഇത് ഏറ്റുവാങ്ങിച്ച്, സാധാരണ ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രദക്ഷിണം വെക്കുന്ന സ്ഥലമാണെങ്കിൽ പ്രദക്ഷിണം വെക്കാൻ പറ്റുമെങ്കിൽ ഇത് താലമെടുത്ത് പ്രദക്ഷിണം വെക്കാം. ഇല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് ആ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കാം, നമ്മൾ തന്നെ സമർപ്പിക്കാം. ചില സ്ഥലത്ത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ വെളിയിലായാലും ഈ നാരങ്ങ വിളക്ക് അവിടെ ഭദ്രമായിട്ട് അവിടെ വെക്കും. അത് കത്തിത്തീരുന്നത് വരെ ആ കത്തിച്ച ഭക്തൻ അല്ലെങ്കിൽ ആ വഴിപാട് നേർന്ന ഭക്തൻ അവിടെ ഇരുന്ന് നാമം ജപിക്കണമെന്നാണ്, അമ്മയെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ നമുക്ക് കഴിയണം എന്നർത്ഥം. ഇത് മാത്രമല്ല കേട്ടോ, ഇത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. ഇത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട്, തളിപ്പറമ്പ ശ്രീ ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടെന്ന് പറയുന്നത് ഈ നാരങ്ങ വിളക്കാണ്. ഞാൻ പല അവസരങ്ങളിലും പോയിട്ട് ഇത് കത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. ഏറ്റവും പ്രാധാന്യം ഈ നാരങ്ങ വിളക്കിനാണ്. അവിടെ ഈ താലത്തിൽ ഇത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നറിയോ, ഇതിലിവർ അക്ഷതം കൂടി വെക്കും. ഈ വിളക്ക് ഒഴിഞ്ഞതിന് ശേഷം ഈ അമ്മയെ അക്ഷതം ഇട്ട് അക്ഷതം അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യും. കാരണം ശ്രേഷ്ഠമായതിനെ അക്ഷതമിട്ട് അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്, അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഭക്തന്മാരുടെ ആ ഒരു ഭക്തിയുടെ അംശം എന്ന രീതിയിൽ ഈ അക്ഷതം അവിടെ സമർപ്പിക്കുകയും ചെയ്യും. വിളക്ക് സമർപ്പിക്കുന്ന കൂട്ടത്തിൽ അക്ഷതം കൂടി സമർപ്പിക്കുന്നു എന്നർത്ഥം. അതിനുശേഷം ഈ ഭക്തൻ ഇത് ഏറ്റുവാങ്ങിച്ച്, തളിപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഇത് ഏറ്റുവാങ്ങിച്ച് എന്നതിന് ശേഷം ഈ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെക്കും ഭക്തിയോടെ, നാമജപത്തോടു കൂടി. അതിനുശേഷമാണ് അവിടെ സോപാനത്തിൻ്റെ സമീപത്തായിട്ട് ഇത് അവിടെ സമർപ്പിക്കുക. ഇത് ഉണ്ടാകുന്നൊരു അന്തരീക്ഷം, ആ അവസരത്തിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്താധാരകളെല്ലാം തന്നെ ഒരു ഭക്തി തലത്തിലേക്കായിരിക്കും. നമ്മുടെ ഉദ്ദിഷ്ടകാര്യത്തിന് ഏറ്റവും ഫലവത്തായിട്ടുള്ള കാര്യമാണിത്. മാത്രമല്ല രാഹുദോഷമുള്ള ആൾക്കാർ, കേതുദോഷമുള്ള ആൾക്കാർ ഇത് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, നമ്മൾക്ക് വീടുകളിലും വേണമെങ്കിൽ ഇത്തരത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ, അതല്ല ഞായറാഴ്ച ദിവസമായാലും, ചൊവ്വയും വെള്ളി ഉത്തമം, ഞായറാഴ്ച ദിവസമായാലും വീടുകളിൽ രാഹുവിൻ്റെ സമയത്ത് തന്നെ നമുക്കിത് കത്തിക്കുന്നതും ഉത്തമമാണ്. പക്ഷേ ആ അവസരത്തിൽ അവർ വീട്ടിൽ യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഉണ്ടാവാൻ പാടില്ല. ക്ഷേത്രം പോലെ പരിശുദ്ധമാക്കാൻ കഴിയണം വീട് എന്നർത്ഥം. എന്ന് വെച്ചാൽ ആ വീട്ടിൽ വാലായ്മ ഇല്ലാത്ത വിധത്തിൽ, അതുപോലെ തന്നെ മത്സ്യമാംസാദികളുടെയൊക്കെ ഗന്ധങ്ങളും മറ്റേ ഒരു വൃത്തിയോടൊക്കെ ഉണ്ടാവില്ല, അതൊന്നുമില്ലാതെ ഒരു ക്ഷേത്രീയമായ അന്തരീക്ഷത്തിൽ വേണം വീട്ടിൽ കത്തിക്കുന്നുണ്ടെങ്കിൽ അതും ഉചിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഏതായാലും ഇതുവരെ ഈ വഴിപാട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ തൊട്ടടുത്ത ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉത്തമമായിരിക്കും. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ സംഖ്യയായിട്ട് കത്തിക്കുന്നതാണ് ഉത്തമം കേട്ടോ. ഒരാൾക്ക് തന്നെ നാരങ്ങ വിളക്ക് കത്തിക്കണം, കൂടുതലായി കത്തിക്കണമെങ്കിൽ 1, 3, 5, 7, 9 ആ വിധത്തിൽ 11 എന്ന തരത്തിൽ അവർക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതാണ് ഉത്തമം. ഒരൊക്കെ ഒന്നേ കത്തിക്കാൻ പാടുന്നില്ല, എത്ര വേണം കത്തിക്കാം. കത്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഗുണമുണ്ടാകും. അപ്പോൾ നമ്മുടെ രാഹുദോഷത്തിനും മറ്റുള്ള എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാവുകയും മാത്രമല്ല ഈ അമ്മയുടെ നല്ല ഒരു പ്രീതി നമുക്കുണ്ടാവുകയും ചെയ്യും.
ഏതായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.